Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇംഗ്ലണ്ടിൽ ഉടനെ തന്നെ വാട്ടർ ബില്ലുകളിൽ വൻ വർധനവ് നടപ്പിലാക്കാൻ വാട്ടർ കമ്പനികൾ ആഗ്രഹിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. കൺസ്യൂമർ വാച്ച് ടോക്ക് സമാഹരിച്ച കണക്കുകൾ പ്രകാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ ബില്ലുകൾ 24% മുതൽ 91% വരെ വർദ്ധിപ്പിക്കണമെന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വാട്ടർ കമ്പനികൾ ആഗ്രഹിക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രകാരം സൗത്ത് സ്റ്റാഫോർഡ് ഷെയറും കേംബ്രിഡ്ജ് വാട്ടറും ഏറ്റവും കുറഞ്ഞ 24% വർധനവാണ് ആവശ്യപ്പെടുന്നത്. 2025-നും 2030-നും ഇടയിൽ കമ്പനികൾക്ക് എന്ത് നിരക്ക് ജനങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നതിനെക്കുറിച്ച് വ്യവസായ റെഗുലേറ്റർ ഓഫ് വാട്ട് ഈ ആഴ്ച നിർണായക യോഗം ചേരും. അടുത്ത 5 വർഷത്തേക്ക് അടിസ്ഥാന വികസനത്തിന് ഏകദേശം 100 ബില്യൺ പൗണ്ട് ചിലവഴിക്കേണ്ടി വരുമെന്നാണ് വാട്ടർ കമ്പനികൾ പറയുന്നത്. ഇതിൽ പഴകിയ പൈപ്പുകളുടെ മാറ്റിയിടൽ, ചോർച്ച ഇല്ലാതാക്കൽ, നദികളിലേക്കും കടലിലേക്കും ഒഴുകുന്ന മലിനജലത്തിന്റെ അളവ് കുറയ്ക്കൽ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. വ്യാപകമായ ചോർച്ചയ്ക്കും പുറന്തള്ളുന്ന മലിനജലത്തിന്റെ അളവിനും വാട്ടർ കമ്പനികൾ കടുത്ത വിമർശനമാണ് നേരിടുന്നത്. നിലവിലെ വാട്ടർ ബില്ലുകളെ കുറിച്ച് തന്നെ കടുത്ത എതിർപ്പാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളത്. അതിന്റെ കൂടെ പുതിയതായുള്ള വർധനവ് കടുത്ത വിമർശനത്തിനും വഴിവെക്കും. ഹോങ്കോങ്ങിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ആളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുൻ റോയൽ മറൈൻ അംഗമായ മാത്യു ട്രിക്കറ്റിനെ ബർക്ക്ഷയറിലെ ഒരു പാർക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 37-കാരനായ ഇയാളെ ഈ മാസം ആദ്യം ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. മാത്യുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച് അടിയന്തര വൈദ്യസഹായം നൽകാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ദേശീയ സുരക്ഷാ നിയമത്തിന് വിരുദ്ധമായി മറ്റൊരു രാജ്യത്തിന്റെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗത്തെ സഹായിച്ചതായുള്ള കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. സ്റ്റെയിൽസിൽ നിന്നുള്ള ചി ലിയുങ് വായ്, കിഴക്കൻ ലണ്ടനിലെ ഹാക്നിയിൽ നിന്നുള്ള ചുങ് ബിയു യുവൻ എന്നിവരും ട്രിക്കറ്റിനൊപ്പം അറസ്റ്റിലായിരുന്നു. ലണ്ടൻ, സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിതീവ്ര മഴയ്ക്കുള്ള അടിയന്തര മുന്നറിയിപ്പ് നൽകി മെറ്റ് ഓഫീസ്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും പവർക്കട്ട്, യാത്രാ ദുരിതം എന്നിവയ്ക്കും ഈ കാലാവസ്ഥാ മാറ്റം വഴിയൊരുക്കുമെന്നാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഗ്രേറ്റർ ലണ്ടൻ, സസെക്സ്, കെന്റ്, ഹാംഷെയർ, ഷറേ എന്നിവിടങ്ങളിൽ 12 മണിക്കൂർ ദൈർഘ്യമുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയിരിക്കുന്നത്. വെള്ളപ്പൊക്കവും ഇടിമിന്നലും ട്രെയിൻ, ബസ് സർവീസുകളെ സാരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇനി നാട്ടിലെ വാർത്തകൾ. മണ്ണുത്തി വടക്കാഞ്ചേരി 6-വരിപ്പാതയിലെ കുതിരാൻ തുരങ്കം സുരക്ഷാ ഭീഷണിയിൽ. തുരങ്കത്തിനുള്ളിൽ വൈദ്യുതി അടിക്കടി മുടങ്ങുന്നതാണ് തുരങ്കത്തിൽ ജീവൻ ഭീഷണി ഉയർത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മണിക്കൂറുകളോളം തുരങ്കത്തിൽ വൈദ്യുതി മുടങ്ങി. വൈദ്യുതി തടസ്സമുണ്ടാക്കുന്ന സമയത്ത് തന്നെ ജനറേറ്റർ പ്രവർത്തനക്ഷമമാകേണ്ടതാണ്. എന്നാൽ പലപ്പോഴും കൂടുതൽ സമയം വൈദ്യുതി തടസ്സപ്പെടുന്നതായാണ് പരാതി. വൈദ്യുതി തടസ്സപ്പെടുമ്പോൾ എക്സോസ്റ്റ് ഫാനുകളും അന്തരീക്ഷത്തിലെ താപനില അളക്കുന്നതിനുള്ള സംവിധാനവും LED ബൾബിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകളും പ്രവർത്തനരഹിതമാകും. ഇത് കൂടുതൽ അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെയാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകേണ്ടത്. വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായി എല്ലാ വാഹനങ്ങളും ഹെഡ്ലൈറ്റ് ഓണാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വലിയ വെളിച്ചത്തിൽ നിന്ന് തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തുരങ്കത്തിൽ വെളിച്ചമില്ലാത്തത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി യാത്രക്കാർ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി വൈദ്യുതി തടസ്സം ഉണ്ടാകാറുണ്ടെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വാർഡ് വിഭജന ഓർഡിനൻസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വേണമെന്ന് ഗവർണർ പറയുന്നു. ഫയൽ പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് രാജ്ഭവൻ ഓർഡിനൻസ് മടക്കിയിരിക്കുന്നത്. ഗവർണർ ഒപ്പിട്ടാൽ വെള്ളിയാഴ്ച വീണ്ടും മന്ത്രിസഭാ യോഗം ചേർന്ന് ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം വിളിക്കാനായിരുന്നു സർക്കാർ നീക്കം. ഓർഡിനൻസ് ഒപ്പിടാതെ സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാനും സർക്കാരിന് കഴിയില്ല. അതിനാൽ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോ കപ്പിന് ശേഷം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് ജർമ്മനിയുടെ റയൽ മാഡ്രിഡ് മധ്യനിര താരം ടോണി ക്രൂസ് സാമൂഹിക മാധ്യമം വഴിയാണ് പ്രഖ്യാപനം നടത്തിയത്. യൂറോ ചാമ്പ്യൻഷിപ്പോടെ സജീവ ഫുട്ബോൾ അവസാനിപ്പിക്കുമെന്ന് 34-കാരനായ ക്രൂസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. മെയ് 31-ന് ഹാംപ്ടൺ പാർക്കിൽ ഇസ്രയേലുമായുള്ള സ്കോട്ട്ലാൻഡ് വനിതാ യൂറോ 2025 യോഗ്യതാ മത്സരം കാണികളെ കയറ്റിവിടാതെ നടത്തും. സ്കോട്ടിഷ് FA ഇന്റലിജൻസിന്റെയും വിപുലമായ സുരക്ഷാ കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഗെയിമിന് ആസൂത്രിതമായ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് സ്റ്റേഡിയം ഓപ്പറേഷൻസ് ടീമിന് മുന്നറിയിപ്പ് നൽകിയതായി SFA പറഞ്ഞു. നിലവിൽ ഇറാന്റെ പ്രൈം മിനിസ്റ്റർ ഇബ്രാഹിം റൈസി മരിച്ച സംഭവത്തിലാണ് ഈ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നത്. ജൂൺ 4-ന് ഹംഗറിയിൽ നടക്കാനിരിക്കുന്ന എവേ മത്സരവും അടച്ചിട്ട വാതിലിന് പിന്നിൽ നടക്കും. വനിതാ യൂറോപ്യൻ യോഗ്യതാ ഗ്രൂപ്പിൽ സ്കോട്ട്ലാൻഡ്, സെർബിയ, സ്ലൊവാക്യ എന്നീ ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് B 2-ലാണ് ഇസ്രായേൽ ടീം ഉള്ളത്.
ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.84 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.